ഗുഡ് ഈവനിങ്. ഇത് ചാട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ ഫിഷിന് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു സ്നാക്സ് കടയാണ്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുള്ള സ്ഥലമാണ്. സ്നാക്സ് കടയാണ്. ഇവിടേക്ക് ഇടയ്ക്ക് വരാം. നല്ല ഭംഗിയുള്ള കടയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് മോഹൻ തോന്നി വന്നു എടുക്കണേ. കുറച്ച് സാധനങ്ങൾ ഫിഷിന് മേടിച്ചു. ഫിഷിന് പൊരിയാണ് വെച്ചത്. പിന്നെ ഞങ്ങൾ പാഴ്സൽ മേടിച്ചു. അങ്ങനെ എടുത്ത് നടക്കണം. ഇനി ഇവിടുന്ന് നടക്കണം. ഞങ്ങൾക്ക് നടക്കണം ഇവിടുന്ന്. എന്നിട്ട് ചാറ്റുകളം കൊടുത്ത് അങ്ങനെ നടന്ന് ഫിഷിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ. സംഗതികൾ നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു. അതായിരിക്കില്ല എത്ര തിരക്ക്. ഇങ്ങനെ നടക്കാൻ പോവാണ്. തീറ്റയൊക്കെ വെച്ചിട്ട് നടക്കുകയാണ് ചുറ്റും. വൈകിട്ടേ ഒരു 5 മണിക്കൊക്കെ വന്നാലേ, അല്ല 5:30 വന്നാലേ ഒരു 6-6:30 വരെയൊക്കെ അവിടെ ഇരിക്കാം. കുളം നല്ല ഭംഗിയായിട്ടുണ്ട്. ചിലയിടത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. പടവുകളുണ്ട്, കുളിക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെയുണ്ട് പടവ്. ഇവിടെ പടവുണ്ട്. ആൾക്കാർ കുളിക്കുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു അമ്പലമുണ്ട് ചെറുത്. ആ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ. രസം. മഴ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നടക്കാം. സ്ലിപ്പ് ചെയ്യാതെ നടന്നാൽ മതി. ടൈലിട്ട ഫുട്പാത്താണ്. ഇതിൻ്റെ ചുറ്റും നടക്കാം. ബ്യൂട്ടിഫുൾ. എന്ന് വേണമെങ്കിൽ വരാം കേട്ടോ. ഇനി ഞങ്ങൾ ഫിഷിന് തീറ്റ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ. എവിടെ എടുക്കണേ? പടവിലൊക്കെ ആൾക്കാർ വെക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങോട്ട് കളിക്ക് പോകും. അടിയിൽ കൂടെ നല്ല രസമായിട്ട് അവർ വരുന്നുണ്ട്. ഓരോ കുറേശ്ശെ വരുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. ഫിഷ് വരുന്നുണ്ട് കേട്ടോ. ഒരേപ്പോഴെങ്കിലും വന്നിട്ട് കഴിക്കും. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലമായി. ആ സിറ്റിംഗ് ഒക്കെ ഫുള്ളാ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ കുറച്ച് കഴിക്കട്ടെ, നല്ല ഭംഗിയായിട്ട് കഴിക്കട്ടെ. പക്ഷേ ഇവരാണ് നായ്ക്കളാണ് ഇവിടെ റോട്ടിൽ കൂടെ നിറച്ച് പോണേ കേട്ടോ. നമ്മൾ വണ്ടി നിർത്താൻ വിചാരിച്ചത് അവിടെയല്ലേ? അവിടെയാണ്. കുറച്ചുകൂടി നടക്കാം നമുക്ക്. അങ്ങനെ നടന്നിട്ട് പോവാം. അപ്പം നടന്നിട്ട് പോയി ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാം. സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. ഭയപ്പെടുകയൊന്നും വേണ്ട. പണ്ടൊരു വിജനം പോലെയായിരുന്നു ഇത്. പിന്നെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. അവിടെ വീടുകളൊക്കെ ഉണ്ട്.
പട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അതായില്ലേ ആ സൂര്യൻ പ്രകാശിച്ചന്നെ നിൽക്കുന്നത്.